കാറിലിരുന്ന് കഴിഞ്ഞാൽ മറ്റേ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കാറിൽ അതെ, അതുകൊണ്ട് ഞങ്ങൾ കാറിൽ കയറുന്ന ട്രൈ ചെയ്തു. ഹായ് ഓൾ, വെൽക്കം ടു നില വ്ലോഗ്സ്. ഞാൻ ലയന, ഞാൻ കാർമിയ, ഞാൻ നിഷാന്ത്. ഞങ്ങൾ 3 പേരും തൻട്രിക.ഡിസൈൻസ് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സാരി ബ്രാൻഡിന്റെ ഫൗണ്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് 3 പേരും ചേർന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ സാരി ബ്രാൻഡ് നിങ്ങളെ പരിചയപ്പെടുത്താന്നുള്ളത് തന്നെയാണ്. ആക്ച്വലി ഞങ്ങൾ 3 പേരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. ഞാൻ എഞ്ചിനീയർ ആണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളൊരു ഓൺലൈൻ ട്രെൻഡിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ നമ്മളെല്ലാവരും ക്ലോത്തിങ് ഇൻഡസ്ട്രിയിൽ കുറച്ച് നാളായിട്ട് എന്തെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കരുതിയിരിക്കുന്ന ആളുകളായിരുന്നു. അപ്പം സാരിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചുകൂടെ ഈസി ടു ഡു ബിസിനസ് ആണെന്ന് നമുക്ക് തോന്നി. കാരണം ഒറ്റ സൈസിൽ നമുക്ക് ചെയ്താൽ മതി. 5.5 മീറ്റർ സാരിയും 1 മീറ്റർ ബ്ലൗസും എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലോട്ട് ഇറങ്ങുമ്പോഴാണ് ഇത്രയും ഇൻഡെപ്തിലാണ് കാര്യങ്ങൾ. മെറ്റീരിയൽസ് കുറേ ഉണ്ട്, കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ്. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ തന്നെ ട്രാവൽ ചെയ്തു. അപ്പൊ നമ്മൾ തന്നെ സാരീസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ബാംഗ്ലൂർ പോയി, മുംബൈ പോയി, എല്ലാ സുഹൃത്ത് വെസ്റ്റ് ബംഗാൾ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ തന്നെ കുറെ കൈൻഡ് ഓഫ് സാരീസ് നമ്മൾ തന്നെ സെർച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ എടുക്കുന്ന ഹാൻഡ് പിക്ഡ് സാരീസ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. പിന്നെ നമ്മുടെ പലപ്പോഴും നമുക്ക് ഓൺലൈൻസിലൂടെ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വരുന്ന സെയിൽസ് ഭയങ്കര കുറവാണ്. പിന്നെ പലരും നമ്മള് ഫേക്ക് പേജ് ആണോ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം വരുന്ന ഒരു സാധനം. ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. ഒത്തിരി ഓൺലൈനായിട്ട് ഈ സ്കാംസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട്. സോ ആൾക്കാർക്ക് ജെന്യൂൻ പേജ് ഏതാണ്, ഫേക്ക് പേജ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഫേക്ക് അല്ല ഗൈസ്, ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മളിപ്പോ വ്ളോഗിൽ വന്നിരിക്കുന്നത്. കുറെ ആളുകൾ എന്നോടും പറഞ്ഞു നമുക്ക് ഈ ഓൺലൈൻ ബേസിക്കലി വിശ്വസിക്കാൻ പറ്റില്ല, തുണിയുടെ തരം ഏതാണ്, ഇതിൽ തന്നെ കുറെ ഫേക്ക് ആയിട്ടുള്ള ആളുകൾ ഓൺലൈൻ പേജസ് റൺ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഉദ്ദേശം നമ്മളൊരു ജെനുവിൻ പേജ് ആണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നില വ്ലോഗ്സ്. അപ്പം നമ്മൾ നമ്മൾ അതിൽ നമ്മുടെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം അതിന്റെ കൂടെ തന്നെ നമ്മുടെ സാരി വീഡിയോസ് ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും സാരി വീഡിയോസ് ഇടുന്നുണ്ട്. ഇതിന്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കളക്ഷൻസ്, നമ്മൾ ഫോട്ടോ ഇടുന്ന പലതും ഗൂഗിൾ ഫോട്ടോസ് ആണോ അതോ നമ്മുടെ കയ്യിലുള്ള സാരികളാണോ എന്ന് പലർക്കും ഡൗട്ട് വരും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള നമ്മൾ പൈസ കൊടുത്ത് സ്റ്റോക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സാരീസ് ആയിരിക്കും. അപ്പൊ നമ്മൾ തന്നെ എടുത്ത് പ്രസന്റ് ചെയ്ത് നമ്മൾ തുടങ്ങിയപ്പോഴാണ് ആളുകൾക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് വരാൻ തുടങ്ങിയത്. ഈവൻ നമ്മൾക്ക് ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പാടാണെന്നറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ ട്രൈങ് അവർ ബെസ്റ്റ്. നമ്മുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആക്ച്വലി നമ്മുടെ കയ്യിൽ പറഞ്ഞില്ലേ, നോർമൽ ആയിട്ടുള്ള മൽക്കോട്ടൺ സാരീസ് തൊട്ട് നമ്മുടെ കയ്യിൽ കാഞ്ചീപുരം പ്യുവർ സെറി വവൺ കാഞ്ചീപുരം സാരീസ് വരെ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല റേറ്റ് കുറച്ചാണ് നമ്മൾ ഈ കാഞ്ചീപുരം സാരീസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ക്വാളിറ്റി ഇഷ്യൂസും ഇല്ലാണ്ട് നമ്മൾ മാർജിൻ വളരെ കുറച്ചാണ് ഈ കാഞ്ചീപുരം ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് നമ്മുടെ പേജസ് നോക്കിയാലോ, നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സാരീസ് ഉണ്ടെങ്കിൽ DM ചെയ്താലോ നമുക്ക് അതിന്റെ റേറ്റ് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നന്നായിരുന്നു. തൻട്രിക.ഡിസൈൻസ് TANIRAK.designs ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. സോ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുകയും സാരീസ് ഒക്കെ നോക്കുക, ഇഷ്ടപ്പെട്ടാലൊന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യാമെങ്കിൽ ഭയങ്കര സന്തോഷവും സപ്പോർട്ടും ആയിരുന്നു അത്. പിന്നെ അതുപോലെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു. കാറിലിരുന്ന് കഴിഞ്ഞാൽ മറ്റേ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മനസ്സിലായില്ല. അതെ, അതുകൊണ്ട് ഞങ്ങൾ കാറിൽ കയറുന്ന ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെയെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് ഫോളോവേഴ്സും ഒക്കെ കയറുന്നൊക്കെ കേട്ടെന്ന് വിചാരിച്ചിട്ട് നോക്കട്ടെ, ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇപ്പൊ എത്രയുള്ളൂ പറയാൻ, ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. താങ്ക് യു സോ മച്ച്.